വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തി കെ.സി. വേണുഗോപാൽ. ആശങ്ക ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിന്. നയപരമായ കാര്യങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യും. നയത്തിൻ്റെ കാര്യത്തിലായാലും ധാതുമണലിൻ്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെൻറ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. തീരുമാനം തിരുത്താൻ കോൺഗ്രസിൽ സമ്മർദ്ദം ശക്തം. നയത്തിനുള്ളിൽ നിന്നുള്ള തീരുമാനം മതി എന്നാവശ്യം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് മുഖ്യമന്ത്രി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതിൽ കടുത്ത നിലപാടിൽ എക്സൈസ് മന്ത്രി. പ്രതിഷേധം അറിയിക്കാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ എം ലിജു. കൂടിക്കാഴ്ച ഇന്ന് നിയമസഭാ മന്ദിരത്തിൽ വെച്ച്. കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി എക്സൈസ് കമ്മീഷണറെ വിളിപ്പിച്ച് വിവരങ്ങൾ ആരാഞ്ഞ് എം ലിജു. മദ്യനികുതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത നിലപാടിൽ ക്രിസ്ത്യൻ സഭകൾ. സർക്കാർ നിലപാട് സംശയാസ്പദമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. പുതുതലമുറയെ ലഹരിയിലേക്ക് നയിക്കുമെന്നും വിമർശനം. ഇതൊക്കെ നികുതി കുറച്ച് വിതരണം ചെയ്യുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ മദ്യലഭ്യത വർദ്ധിപ്പിക്കാനും യുവജനങ്ങളെ ഈ മദ്യത്തിൻ്റെ വഴികളിലേക്ക് ആകർഷിക്കാനുമുള്ള നിലപാടായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വെള്ളം ചേർക്കലെന്ന് ഓർത്തഡോക്സ് സഭ. മാരക ലഹരിയിൽ നിന്ന് യുവതലമുറയെ പിന്തിരിപ്പിക്കാമെന്ന വാദവും തള്ളി സഭ. മദ്യനികുതിയിൽ മുഖ്യമന്ത്രിയെ പേരെടുത്ത് വിമർശിച്ച് സമസ്ത AP വിഭാഗം. പറഞ്ഞ വാക്കിന് വീര്യം കുറയരുത് എന്ന് AP വിഭാഗം മുഖപത്രം. നടപടി ദൂരവ്യാപക ദൂഷ്യഫലമുണ്ടാക്കുന്നത്. മുഖ്യമന്ത്രി മദ്യവ്യാപനത്തിന് പച്ചക്കൊടി കാട്ടിയെന്നും വിമർശനം. സ്ത്രീ സുരക്ഷാ പെൻഷനിൽ അനിശ്ചിതത്വം നിലനിർത്തി മുഖ്യമന്ത്രി. പദ്ധതി തുടരുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് VD സതീശൻ. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മറ്റന്നാൾ മുതൽ. പെൻഷൻ 3000 ആക്കുന്നത് വൈകില്ല. മുൻ സർക്കാർ വരുത്തിയ പോലുള്ള കാലതാമസം വരുത്തില്ലെന്നും VD സതീശൻ. ലോസ് ആഞ്ചൽസിൽ ബന്ധുക്കളുള്ളവർ വരെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന് മുഖ്യമന്ത്രി. അനർഹർക്ക് മുൻ സർക്കാരിന്റെ കാലത്ത് പെൻഷൻ നൽകിയെന്നും VD സതീശൻ നിയമസഭയിൽ. പലപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിൽ ചിലരെ അനർഹരായി മാറും. അപ്പോൾ അർഹതപ്പെട്ടവർ പുറത്തു നിൽക്കുകയും അനർഹരായ ആളുകൾ പെൻഷൻ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഒരാൾ വിളിച്ചു, എൻ്റെ ഈ മാസത്തെ പെൻഷൻ കിട്ടിയിട്ടില്ലെന്നവർ. ലോസ് ആഞ്ചൽസിലെ മകന്റെ സംരക്ഷണയിലാകില്ല പെൻഷൻ വാങ്ങുന്ന അമ്മ എന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഈ ലോസ് ആഞ്ചലസിൽ പോയയാൾ ആ മകൻ്റെ സംരക്ഷണത്തിലായിരിക്കില്ല, ഇവിടെ തന്നെ കഴിയുന്നതായിരിക്കും. പക്ഷേ മകൻ അവിടെ കഴിയുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നു. അതൊരു അയോഗ്യതയായിട്ട് കണക്കാക്കുന്നത് ശരിയാവുമെന്നൊരു സംശയം. പകർച്ചവ്യാധി വ്യാപനത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതിന് മുൻ സർക്കാരിനെ പഴിച്ച് മന്ത്രി K. മുരളീധരൻ. ഇപ്പോഴുള്ളത് 10 വർഷത്തെ റീൽസിന്റെയും 5 വർഷത്തെ വീണമീട്ടലിന്റെയും പ്രതിസന്ധി. സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണമീട്ടലും ആയിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. കോഴിക്കോടിന് മന്ത്രിയില്ല, ഒരു DMOയെങ്കിലും തന്നുകൂടെ എന്ന് PA മുഹമ്മദ് റിയാസ്. കോഴിക്കോട് UDF-ലെ തമ്മിൽ തല്ല് കാരണം ഒരു മന്ത്രിയില്ല, എന്നാൽ ഒരു DMA എങ്കിലും കോഴിക്കോടിന് തന്നുകൂടെ സാർ? അത് സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ്. 2.5 കൊല്ലം കഴിഞ്ഞാൽ ഒരു മന്ത്രിയെ കിട്ടുമെന്നാണ് വാർത്തകൾ. സാർ, ഇനി DMOയെ കിട്ടാൻ 2.5 കൊല്ലം കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് സാർ ഞങ്ങളുടെ ഭയം. പകർച്ചവ്യാധി തടയുന്നതിൽ സർക്കാർ പരാജയമെന്നാരോപിച്ച് സഭയിൽ നിന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. ആരോഗ്യവകുപ്പ് പൂർണ്ണ പരാജയമെന്ന് പിണറായി. നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ കോഴിക്കോട്ടേക്ക് മന്ത്രി പോയില്ല.
സ്ഥലം മാറ്റം ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്നത്. മുമ്പ് മരണങ്ങൾ ഉണ്ടായത് എരണം കെട്ടവർ ഭരിച്ചതുകൊണ്ടല്ലെന്ന് ബോധ്യപ്പെട്ടില്ല എന്നും മുരളീധരനോട് പിണറായി. താരസംഘടന അമ്മയിലെ തർക്കത്തിൽ അൻസിബ ഹസനെ പിന്തുണച്ച നടി മാല പാർവതി. അൻസിബയ്ക്ക് മുന്നിൽ ഭരണസമിതിക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അൻസിബ തലയിൽ ആൾതാമസമുള്ള കുട്ടി. ആസിഫ് അലിയും കുഞ്ചാക്കോ ബോബനും സംഘടനാ നേതൃത്വത്തിലേക്ക് വരണമെന്നും മാല പാർവതി. വേട്ടയാടപ്പെട്ടെന്ന് തുറന്നു പറഞ്ഞ അമ്മ അംഗങ്ങൾക്ക് നടൻ ടിനി ടോമിന്റെ കത്ത്. അനീതിക്കെതിരെ ശബ്ദിച്ചതിന് ടാർഗറ്റ് ചെയ്യപ്പെട്ടെന്ന് ടിനി. ആരോടും പറയാതെ ഭാരവാഹിത്വം ഒഴിയേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ടിനി ടോം. പാർട്ടിയിൽ സജീവമല്ലാത്തയാളെ മണ്ഡലം പ്രസിഡന്റാക്കിയെന്ന് ആരോപിച്ച് തൃശൂർ DCC ഓഫീസിൽ പ്രതിഷേധം. DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിന്റെ കോലം കത്തിക്കാനും ശ്രമം. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ്. പ്രതിഷേധവുമായി എത്തിയത് മറ്റത്തൂരിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ. മുൻ DHS ഡോക്ടർ KJ റീനയ്ക്കെതിരായ സർക്കാർ അപ്പീലിൽ ഗുരുതര പരാമർശങ്ങൾ. ആരോഗ്യവകുപ്പിനെ ഡോക്ടർ റീന പൊതുമധ്യത്തിൽ മോശമായി ചിത്രീകരിച്ചു. മന്ത്രിയുമായി ശരിയായ ആശയവിനിമയം നടന്നില്ല. തരം താഴ്ത്തിയെന്ന വാദം തെറ്റെന്നും സർക്കാർ. CAT ഉത്തരവിനെതിരായ അപ്പീൽ ഹൈക്കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. സംസ്ഥാനത്ത് വീണ്ടും ഡെങ്കിപ്പനി മരണം. പാലക്കാട് ചികിത്സയിലായിരുന്ന അംഗൻവാടി ജീവനക്കാരി മരിച്ചു. കോഴിക്കോട് ജില്ലയിൽ ആശങ്കയായി വീണ്ടും ഷിഗല്ല ബാധ. രോഗം സ്ഥിരീകരിച്ചത് നാദാപുരത്ത് 7 വയസ്സുകാരിക്ക്. കശുവണ്ടി ഇറക്കുമതി അഴിമതിയിലെ കോടതിയലക്ഷ്യ കേസിൽ ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷിച്ച് APM മുഹമ്മദ് ഹനീഷ്. രേഖാമൂലം വിശദീകരണം നൽകണമെന്ന് കോടതി. R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകണമെന്ന ഉത്തരവ് മനസ്സിലായില്ലേ എന്നും ചോദ്യം. അനുമതിക്ക് സർക്കാർ നീക്കം. പ്രോസിക്യൂഷൻ തടയണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് R ചന്ദ്രശേഖരൻ. PM ശ്രീ പദ്ധതി തുടരാനുള്ള സർക്കാർ നീക്കത്തിനെതിരായ AIYF AISF മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർ. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്കെതിരായ ഹർജി തള്ളി ഹൈക്കോടതി. സർക്കാരിൻ്റേത് നയപരമായ തീരുമാനമെന്ന് കോടതി. സർക്കാർ തീരുമാനത്തിൽ ഭരണഘടനാ വിരുദ്ധതയില്ലെന്നും നിരീക്ഷണം. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ കരകയറ്റി. ആനയെ രക്ഷപ്പെടുത്തിയത് JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി. കാട്ടാന വീണത് റബ്ബർ തോട്ടത്തിലെ വെള്ളമില്ലാത്ത കിണറിൽ. കൊച്ചി വൈപ്പിനിൽ അറ്റകുറ്റപ്പണിക്ക് എത്തിച്ച കപ്പലിൽ തീപിടുത്തം. അഗ്നിബാധ സ്വകാര്യ ഷിപ്പ്യാർഡിലെ കപ്പലിൽ. തീ നിയന്ത്രണ വിധേയമാക്കിയത് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ. എഞ്ചിൻ റൂമിലേക്ക് തീ പടർന്നിട്ടില്ലെന്ന് പ്രാഥമിക നിഗമനം. കുടുംബങ്ങളിൽ ഡിജിറ്റൽ ഫാസ്റ്റിംഗിന് ആഹ്വാനം ചെയ്ത സീറോ മലബാർ സഭ. വർദ്ധിച്ചു വരുന്ന ഫോൺ ഉപയോഗം പ്രശ്നമെന്ന് ബിഷപ്പ് റാഫേൽ തട്ടിൽ. കുട്ടികളിൽ സ്ക്രീൻ ആശ്രയത്വം കൂടി വരുന്നു. സമൂഹ മാധ്യമങ്ങളിലെ അസത്യ പ്രചാരണം കൊല്ലരുതെന്ന 5-ാം പ്രമാണത്തിന്റെ ലംഘനമെന്നും മേജർ ആർച്ച് ബിഷപ്പ്. കൊല്ലത്ത് ഭിന്നശേഷിക്കാരനായ വില്ലേജ് ഓഫീസർക്കെതിരെ പ്രതികാര നടപടി. പന്മന വില്ലേജ് ഓഫീസർ രാധാകൃഷ്ണപിള്ളയെ സ്ഥലം മാറ്റിയത് ശാരീരിക പരിമിതികൾ വകവയ്ക്കാതെ. നീക്കത്തിന് പിന്നിൽ ഭൂമാഫിയയുടെ ഇടപെടലെന്ന ആക്ഷേപം. ഭരണകക്ഷിയിൽപ്പെട്ടവരുടെ നിലം നികത്തൽ തടഞ്ഞതിലുള്ള പ്രതികാരമെന്ന് പരാതി. ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. കണ്ണൂർ വാണിയമ്പാറ പള്ളി സെമിത്തേരിയിലെ ദുരൂഹത നീക്കുന്നതിൽ തുടർ നടപടികൾ സ്വീകരിക്കാതെ പോലീസ്. പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടത് മൃതദേഹമോ എന്നതിൽ 10 ദിവസം കഴിഞ്ഞിട്ടും വ്യക്തതയില്ല. പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ഇടവക ഭാരവാഹികൾ. വിലങ്ങാട് സ്വദേശി സിജോയുടെ തിരോധാനത്തിലും പോലീസ് നടപടിയില്ല.
ജനപ്രിയ മദ്യം ജവാൻ നിലവാരമുള്ള കുപ്പികളിലെത്തിക്കാൻ എക്സൈസ് വകുപ്പ്. ISI മുദ്രയുള്ള കുപ്പി ഉറപ്പാക്കണമെന്ന് മന്ത്രി M. ലിജുവിന്റെ നിർദ്ദേശം. ടെൻഡർ പുതുക്കാൻ നിർമ്മാണ യൂണിറ്റിന് അനുമതി. നിലവിലുള്ള ബോട്ടിലിന് നിലവാരക്കുറവെന്ന് വ്യാപക പരാതി. തിരുവനന്തപുരം കിളിമാനൂരിൽ കാറിനു പിന്നിൽ ട്രെയിലർ ഇടിച്ച അപകടം. വാഹനത്തിലുണ്ടായിരുന്ന അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ട്രെയിലർ ഡ്രൈവർക്കെതിരെ പോലീസ് കേസ്. നീറ്റ് പുനഃപരീക്ഷയിൽ ആൾമാറാട്ടത്തിന് ശ്രമിച്ച 30 പേർ ബീഹാറിൽ പിടിയിൽ. അറസ്റ്റിലായത് സോൾവർ ഗ്യാങ് എന്ന് പോലീസ്. ഇടപാട് നടന്നത് 40 ലക്ഷം രൂപയ്ക്ക്. പിടിയിലായവരിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികളും ബയോമെട്രിക് പരിശോധനയ്ക്ക് ചുമതലപ്പെട്ടവരും കസ്റ്റഡിയിൽ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് യോഗി ആദിത്യനാഥിന് സമർപ്പിക്കാൻ SIT. ഏറ്റവും കൂടുതൽ പണാപഹരണം നടന്നത് കഴിഞ്ഞ കുംഭമേളയുടെ കാലത്ത്. ഭൂമി ഇടപാടിലെ തട്ടിപ്പിന്റെ വിവരങ്ങളും ശേഖരിച്ച അന്വേഷണ സംഘം. ട്രസ്റ്റ് അംഗങ്ങൾ അയോധ്യ വിട്ടുപോകരുതെന്ന് നിർദ്ദേശം. വിമർശനം കടുപ്പിച്ചു പ്രതിപക്ഷം. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് ഇന്ന് 52ാം പിറന്നാൾ. മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ ജന്മദിനം ആഘോഷമാക്കാൻ ഒരുങ്ങി TVK. ജനനായകൻ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചേക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ. ഖത്തറിൽ പ്രകൃതിവാതക പ്ലാന്റിൽ ഉഗ്രസ്ഫോടനം. 18 പേരെ കാണാതായി, 54 പേർക്ക് പരിക്ക്. ആക്രമണമല്ലെന്ന് ഖത്തർ ഭരണകൂടം. അപകട കാരണം സാങ്കേതിക തകരാറെന്നും വിശദീകരണം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സ്വിറ്റ്സർലൻഡ് ചർച്ച പോസിറ്റീവെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ. നിർണായക പുരോഗതി കൈവരിച്ചെന്ന് ഖത്തറും പാകിസ്ഥാനും. അന്തിമ സമാധാന കരാറിന് റോഡ് മാപ്പ് തയ്യാറാക്കും. ലബനനിലെ ഇസ്രയേൽ ആക്രമണം നിർത്തുന്ന കാര്യത്തിലും ചർച്ചയിൽ പുരോഗതി എന്ന് ഇറാൻ. സിന്ധു നദീജല കരാർ പ്രകാരമുള്ള വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇന്ത്യയുമായി യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ. പ്രതിരോധ മന്ത്രി ഖ്വാജ ഹുസൈന്റെ പ്രകോപന പരാമർശം 2028 പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് തടയുമെന്ന കേന്ദ്ര പ്രഖ്യാപനം. നിലവിൽ വരൾച്ച നേരിടുന്ന പാകിസ്ഥാൻ സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം കിട്ടിയില്ലെങ്കിൽ പ്രതിസന്ധിയിലാകുമെന്നും റിപ്പോർട്ട്. കൊളംബിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ പാർട്ടിക്ക് വിജയം. 99% വോട്ടെണ്ണിയപ്പോൾ അബെലാർദോ ദെലാ എസ്പ്രിയെ 1% മുന്നിൽ. ഡൊണാൾഡ് ട്രംപ് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചത് എസ്പ്രിയയ്ക്ക്. ലോകകപ്പിൽ ആദ്യ ജയം സ്വന്തമാക്കി സ്പെയിൻ. സൗദിയെ തകർത്തതെതിരില്ലാത്ത 4 ഗോളിന്. ഇരട്ട ഗോളും അസിസ്റ്റുമായി തിളങ്ങി ഒയർസബാൽ. ലോകകപ്പിലെ കന്നി ഗോൾ നേടി ലമിൻ യമാൽ. ലോകകപ്പിൽ വിസ്മയം തുടർന്ന് കേപ്പ് വെർദെ. സ്പെയിനിന് പിന്നാലെ യുറുഗ്വേയെയും സമനിലയിൽ തളച്ചു. കേപ്പ് വെർദെയുടെ ലോകകപ്പിലെ ആദ്യ ഗോൾ നേടി കെവിൻ പിന. ബെൽജിയത്തെ പൂട്ടി ഇറാൻ. ന്യൂസിലൻഡിനെതിരെ ഈജിപ്തിന് ജയം. ലോകകപ്പിൽ നോക്കൌട്ട് ലക്ഷ്യമിട്ട് ലിയോണൽ മെസ്സിയും സംഘവും. 2ാം മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ ഓസ്ട്രിയ. മത്സരം രാത്രി 10:30 ആർലിംഗ്ടണിൽ. എംബാപ്പയുടെ ഫ്രാൻസും ഇന്ന് കളത്തിൽ. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ഇറാഖ്. വിശ്വവേദിയിൽ റെക്കോർഡുകൾ വെട്ടിപ്പിടിക്കാൻ ലിയോണൽ മെസ്സി. ഓസ്ട്രിയക്കെതിരായ മത്സരത്തിൽ മെസ്സിയെ കാത്തിരിക്കുന്നത് 5 റെക്കോർഡുകൾ. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന നേട്ടത്തിന് 1 ഗോൾ അകലെ. മിശിഹയുടെ കാലിൽ കണ്ണും നട്ട് ആരാധകർ. ലോകകപ്പ് മത്സരങ്ങളുടെ സൗജന്യ പൊതുപ്രദർശനത്തിനായി സർക്കാർ ഇടപെടൽ. ഏജൻസികളുമായി ചർച്ച നടത്താൻ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഫിഫയുടെ അംഗീകാരത്തോടെ സൗകര്യമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി. ലൈസൻസ് ഫീസിൽ ആശങ്കയുണ്ടെന്ന് മുഹമ്മദ് റിയാസ്.